ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്കു സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. നമസ്കാരം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ തകർച്ച. നിക്ഷേപകർക്ക് 6.5 ലക്ഷം കോടി നഷ്ടം. വാർത്താ ചുരുക്കം. ഇറാൻ ഇസ്രായേൽ യുദ്ധഭീതിയെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണി കൂപ്പുകുത്തി. സെൻസെക്സ് 1000 പോയിന്റിലധികം ഇടിഞ്ഞപ്പോൾ ഒരു ദിവസം കൊണ്ട് നിക്ഷേപകർക്ക് ഏകദേശം 6.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ഹോളി അവധി മൂലം വിപണിക്ക് അവധിയാണെന്നത് നിക്ഷേപകർക്ക് താൽക്കാലിക ആശ്വാസമായി. നിക്ഷേപകർ സ്വർണം പോലെയുള്ള സുരക്ഷിത ആസ്തികളിലേക്ക് മാറുന്നു. എണ്ണവില കുതിച്ചുയരുന്നു. ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം കാരണം ഹോർമൂസ് ജലന്ധരം ഭീഷണിയിലാകുന്നതോടെ ക്രൂഡ് ഓയിൽ വില $80 ഇന്ത്യയിലും പെട്രോൾ ഡീസൽ വില ഉയരാനുള്ള സാധ്യത. ഇന്ത്യയിൽ ഉടൻ വിലവർധന ഉണ്ടായേക്കില്ല എന്നാണറിയുന്നത്. സ്വർണവിലയിൽ വൻ ഇടിവ്. ആശ്വാസത്തോടെ ഉപഭോക്താക്കൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് കുതിച്ചുയർന്ന സ്വർണവിലയിൽ ഇന്ന് നേരിയ കുറവ് രേഖപ്പെടുത്തി. കേരളത്തിൽ പവന് 360 രൂപ കുറഞ്ഞ് 1,24,680 രൂപയിലെത്തി. വരും ദിവസങ്ങളിലും വിലയിൽ ചാഞ്ചാട്ടം തുടരാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ഖത്തർ LNG LPG ഉൽപ്പാദനം നിർത്തി. യൂറോപ്യൻ ഗ്യാസ് വില 42% ഉയർന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷം രൂക്ഷമായതോടെ ഖത്തർ എനർജി LNG LPG ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തി. ഇതോടെ യൂറോപ്പിൽ ഗ്യാസ് ഫ്യൂച്ചേഴ്സ് വൻതോതിൽ ഉയർന്നു. ഇന്ത്യൻ നിർമ്മാണ മേഖല വളർച്ച 4 മാസത്തെ ഉയർന്ന നിലയിൽ. ഫെബ്രുവരിയിലെ PMI ഡാറ്റ പ്രകാരം ഇന്ത്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 4 മാസത്തെ ഉയർന്ന വേഗതയിൽ വളർന്നു. AI IT മേഖലകളിലെ തൊഴിൽ വർധനവും സഹായകമായി. നിലവിലെ ആഗോള ദേശീയ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വാർത്തകൾ. സംഘർഷം തുടരുന്നതിനാൽ വിപണി വളരെ അസ്ഥിരമാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി ബുക്കർമാൻ ബിസിനസ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്ഡേറ്റ് ആകാം. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.